We are starting the research methodology classes again. In this class, we are going to discuss about collection of primary data. So, data collection is a very important part of the research process. After identification of the research problem, the researcher have to design the sample from where he have to collect the data. അതിനാണ് നമ്മൾ സിമ്പിളായിട്ട് റിസർച്ച് ഡിസൈൻ. ഇറ്റ് ഈസ് എ ഫ്രെയിംവർക്ക് ഓഫ് റിസർച്ച്. അപ്പോൾ നമ്മൾ ആരിൽ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൗ യു കളക്ട് ദ ഡാറ്റ, ഹൗ യു കളക്ട് ദ റിക്വയർഡ് ഡാറ്റ ഫോർ യുവർ സ്റ്റഡി ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഡാറ്റ രണ്ട് തരം ഡാറ്റയാണുള്ളത്. പ്രൈമറി ഡാറ്റ, അതേപോലെ തന്നെ സെക്കൻഡറി ഡാറ്റ. ഇതൊക്കെ നമ്മൾ പല ആവർത്തി പറഞ്ഞ കാര്യങ്ങളാണ്. സോ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. Primary data means the data which is collected fresh and for the first time, thus original in character. It is original in character. Secondary data is the data collected by some other person for his research purpose and passed through statistical process. It is analyzed by him and it is available for our reference. അപ്പം നമ്മൾ ഈ റിസർച്ചിൽ ഇൻ സം റിസർച്ചസ് യു ക്യാൻ യൂസ് ഓൺലി സെക്കൻഡറി ഡാറ്റ. യു ക്യാൻ യൂസ് സെക്കൻഡറി ഡാറ്റ. ഇൻ സം റിസർച്ച് യു ഹാവ് ടു യൂസ് പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. ദ ടൈപ്പ് ഓഫ് ഡാറ്റ റിക്വയർഡ് ഫോർ യുവർ റിസർച്ച് ഈസ് ബേസ്ഡ് ഓൺ യുവർ നേച്ചർ ഓഫ് സ്റ്റഡി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഷെയർ മാർക്കറ്റിൻ്റെ ട്രെൻഡ്സ് നമ്മൾ പഠിക്കുകയാണ്. ഷെയർ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ട്രെൻഡ്സ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സെക്കൻഡറി ഡാറ്റയെ വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ആ ഒരു സ്റ്റഡി നടത്താനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ കേരളത്തെ ആക്സിഡൻസിൻ്റെ നമ്പർ, എന്താ പറയുക, കഴിഞ്ഞ 5 വർഷത്തെ ആക്സിഡൻസിൻ്റെ നമ്പർ നമുക്ക് സെക്കൻഡറി ഡാറ്റ വെച്ച് വേണമെങ്കിൽ നമുക്ക് സ്റ്റഡി ചെയ്യാം. എന്നാൽ അതല്ലാതെ ഒരു ഫീൽഡ് സർവേ വേണ്ട കേസിൽ, ഡാറ്റ കളക്ട് ചെയ്യേണ്ട കേസിൽ യു ഹാവ് ടു കളക്ട് ദ പ്രൈമറി ഡാറ്റ ആൾസോ. അപ്പം ദ റിസർച്ചർ ഹാവ് ടു ഡിസൈഡ് ദ ടൈപ്പ് ഓഫ് ഡാറ്റ ആൻഡ് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് സ്റ്റഡി. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം അത് സെക്കൻഡറി ഡാറ്റ വെച്ച് പഠിക്കാമെങ്കിൽ യു ക്യാൻ യൂസ് സെക്കൻഡറി ഡാറ്റ ഫോർ യുവർ സ്റ്റഡി. ഇറ്റ് നീഡ്സ് പ്രൈമറി ഡാറ്റ, യു ഹാവ് ടു കളക്ട് ദ പ്രൈമറി ഡാറ്റ. ഇനി ഹൗ യു ക്യാൻ കളക്ട് ദ പ്രൈമറി ഡാറ്റ, ദാറ്റ് ഈസ് വാട്ട് ഈസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ കളക്ടിങ് പ്രൈമറി ഡാറ്റ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വൺ ഒബ്സർവേഷൻ മെത്തേഡ്. ഒബ്സർവേഷൻ മെത്തേഡ്. അപ്പോൾ ഒബ്സർവേഷൻ മെത്തേഡ് ഈസ് എ മെത്തേഡ് യൂസ്ഡ് ഫോർ ബിഹേവിയറൽ സയൻസസ്. ബിഹേവിയറൽ സയൻസസ്. അപ്പം ഒബ്സർവേഷൻ മെത്തേഡ് ഈസ് എ സയൻറ്റിഫിക് ടൂൾ ഫോർ റിസർച്ച് when it is systematically planned and recorded and subjected to validity and reliability checking. ഇപ്പോൾ ഒബ്സർവേഷൻ മെത്തേഡ് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വി വാണ്ട് ടു സ്റ്റഡി അബൌട്ട് കൺസ്യൂമർ ബിഹേവിയർ. ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ വരുന്ന കൺസ്യൂമേഴ്സിൻ്റെ റെസ്പോൺസ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ നമുക്കവിടെ പല രീതിയിൽ അത് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്കത് ക്യാമറ ഉപയോഗിച്ച് ഒബ്സർവ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അവിടെ പോയി നിന്ന് ഒബ്സർവ് ചെയ്യാം. ഇപ്പോൾ കുട്ടികൾ അവർ വന്ന് ഏത് ഐറ്റമാണ് പെട്ടെന്ന് അവിടെ സെലക്ട് ചെയ്യുന്നത്, ഏത് കളറിലുള്ള പാക്കറ്റാണ് അവർ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ബ്രാൻഡ് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒബ്സർവ് ചെയ്യാം. ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്ന് ആൾക്കാർ സാധനങ്ങൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് നമുക്ക് ഒരു ഒബ്സർവേഷൻ നടത്താം. അപ്പം ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക്കലി പ്ലാൻഡ് മെത്തേഡ് ആൻഡ് റെക്കോർഡഡ്. ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ് ബൈ യൂസിങ് സം അതർ ഡിവൈസസ് or by the researcher and subject to validity and reliability. നമുക്കറിയാം വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് റിസർച്ച്. യു ഹാവ് ടു പ്രൂവ് ദ വാലിഡിറ്റി ഓഫ് ദ പ്രോസസ്, ദ ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ വാട്ട് എവർ മേ ബി ദ ടൂൾ യൂസ്ഡ്. അപ്പം വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി ചെക്കിങ്. അപ്പോൾ ഒബ്സർവേഷൻ ഈസ് എ സിസ്റ്റമാറ്റിക് വ്യൂയിങ് ഓഫ് എ സ്പെസിഫിക് ഫിനോമിന in its proper setting for the specific purpose of gathering data for a particular study. It is a specific phenomena
in its proper setting for the specific purpose of gathering data for a particular study. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പിന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, അവരുടെ ഇമ്പ്രൂവ്മെൻറ്റ്സ്, അവരെ നമ്മൾ പല പല കാര്യങ്ങൾ ചോദിച്ചാൽ അവരുടെ ഇമ്പ്രൂവ്മെൻറ്റ്സ്, അപ്പോൾ ആ ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് ഈ രീതിയിൽ ഒബ്സർവേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്റ്റഡി ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ പർച്ചേസിങ് നേച്ചർ അല്ലെങ്കിൽ പ്രോസസ്സ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒബ്സർവേഷൻ മെത്തേഡിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് എ ഫിസിക്കൽ ആൻഡ് എ മെൻ്റൽ പ്രോസസ്. ഇറ്റ് ഈസ് എ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ പ്രോസസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് മെൻ്റൽ ഇവാലുവേഷൻ ഓൾസോ. ഇറ്റ് ഈസ് സെലക്റ്റീവ് ടു പർട്ടിക്കുലർ കാറ്റഗറീസ്. പർപ്പസീവ്. ഒബ്സർവേഷൻ ഈസ് ഡൺ പർപ്പസീവ്. നമ്മളതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. എന്താ നമ്മുടെ ലക്ഷ്യം? ടു കളക്ട് ദ റിക്വയർഡ് ഡാറ്റ ഫോർ അവർ സ്റ്റഡി. ഇറ്റ് ഈസ് പർപ്പസീവ്ലി ഡൺ. ഇറ്റ് ഷുഡ് ബി എക്സാക്ട്. യു ഹാവ് ടു ഐഡൻറ്റിഫൈ what we are going to observe, to whom you are going to observe. It should be exact. Similarly, significant to study the effect of social relation of participants. Social relation of participants. സാമൂഹികമായ ഒരു പിന്നെ ബന്ധം അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയാണ് നമ്മളിവിടെ മെയിനായിട്ട് പഠിക്കുന്നത്. സോഷ്യൽ സയൻസിൽ അല്ലെങ്കിൽ ബിഹേവിയർ സ്റ്റഡീസിലാണ് നമ്മളത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ദ റിസർച്ചർ മേ കളക്ട് ദ ഇൻഫർമേഷൻ ബൈ ഹിസ് ഓൺ ഒബ്സർവേഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി അവിടെ വെയിറ്റ് ചെയ്യുന്നു. ഓരോ ആൾക്കാർ വരുമ്പോൾ അവരെങ്ങനെയാണ് സാധനങ്ങൾ പോയിന്റ് ഓഫ് പർച്ചേസ് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെന്താണ് പെട്ടെന്ന് അവരെ അട്രാക്റ്റ് ചെയ്യുന്നത്, അപ്പോൾ എന്താണ് അവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്, അല്ലെങ്കിൽ അവരെത്ര സമയം ഇതുവേണ്ടി ചെലവഴിക്കുന്നു സെലക്ട് ചെയ്യാൻ വേണ്ടി. സോ ഹിസ് ഓൺ ഒബ്സർവേഷൻ. ദ റിസർച്ചർ ഓർ ഇൻവെസ്റ്റിഗേറ്റർ ഒബ്സർവ്സ് ദ ബിഹേവിയർ ഓഫ് ദ റെസ്പോണ്ടൻസ്. നേരത്തെ പറഞ്ഞു, വി ക്യാൻ ഒബ്സർവ് ദ ബിഹേവിയർ ഓഫ് ദ റെസ്പോണ്ടൻസ്. അപ്പോൾ വാട്ട് ഷുഡ് ബി ഒബ്സർവ്? നേരത്തെ പറഞ്ഞു വാട്ട് ഷുഡ് ബി ഒബ്സർവ്. സാധനം വാങ്ങുന്ന ആ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ഐഡൻറ്റിഫിക്കേഷൻ, കളർ ഓഫ് പാക്കിംഗ്, അങ്ങനെയുള്ള വാട്ട് ഷുഡ് ബി ഒബ്സർവ്. ഹൗ ഇറ്റ് ഈസ് റെക്കോർഡഡ്. സംടൈംസ് ഇറ്റ് ഈസ് റെക്കോർഡഡ് ബൈ യൂസിങ് ക്യാമറ, വീഡിയോ ക്യാമറ. സംടൈംസ് റെക്കോർഡഡ് ബൈ ദ റിസർച്ചർ ഡയറക്ട്ലി ആൻഡ് മാർക്കിംഗ് ഇറ്റ് ഇൻ ഹിസ് ഷെഡ്യൂൾ. ഹൗ ആക്യുറസി ക്യാൻ ബി എൻഷുവേർഡ്. അതായത് നമുക്ക് എത്രത്തോളം റിലയബിലിറ്റി അതിനകത്ത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഇപ്പോൾ ഒബ്സർവേഷൻ പലതരമുണ്ട്. സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ് ഇൻഫർമേഷൻ ഓൺ എ സ്റ്റാൻഡേർഡൈസ്ഡ് കണ്ടീഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണെന്ന് വിചാരിച്ചു. ആ സ്കൂളിൽ ഒരു വർഷം നമ്മൾ അവരെ പാർട്ടിസിപ്പേറ്റീവ് ആയിട്ടുള്ള പല ടെക്നിക്സ്, പല കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പോൾ ഓരോ സ്റ്റേജും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അതൊരു സ്ട്രക്ചേർഡ് ഒബ്സർവേഷനാണ്. ദർ ആർ സം സ്റ്റെപ്സ്. അൺസ്ട്രക്ചേർഡ് മീൻസ് ഇറ്റ് ഈസ് എ കാഷ്വൽ തിങ്. പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഒബ്സർവർ പാർട്ടിസിപ്പേറ്റ്സ് ആൻഡ് ഒബ്സർവ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്നു. ആ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടികളെ കളിയിൽ കൂടെയോ അല്ലെങ്കിൽ അങ്ങനെ ഗെയിംസിൽ കൂടെയോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഹി ആൾസോ പാർട്ടിസിപ്പേറ്റ്സ് ആൻഡ് ഒബ്സർവ്. അപ്പോൾ അതാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. ദ റിസർച്ചർ ഹിംസെൽഫ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോസസ്. അടുത്ത നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ മീൻസ് ഔട്ട്സൈഡ്, വ്യൂയിങ് ഫ്രം ഔട്ട്സൈഡ്. കൺട്രോൾഡ് ആൻഡ് അൺകൺട്രോൾഡ്. കൺട്രോൾഡ് മീൻസ് പ്രീ അറേഞ്ച്ഡ് പ്ലാൻ. പ്രീ അറേഞ്ച്ഡ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ കുട്ടികളുടെ IQ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻട്രസ്റ്റ് മെഷർ ചെയ്യാനായിട്ട് ഒരു 5 കുട്ടികളെ ഒരു റൂമിൽ കൊണ്ടുവന്നിട്ട് നമ്മളൊരു കുറേ സാധനങ്ങളൊക്കെ വെക്കുന്നു, ടോയ്സ് ഒക്കെ വെക്കുന്നു. അപ്പോൾ അത് നമ്മൾ പ്രീ അറേഞ്ച്ഡ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നു. അൺകൺട്രോൾഡ് മീൻസ് നാച്ചുറൽ സെറ്റിംഗ്. അതായത് ഒരു കുട്ടികൾ സാധാരണയായിട്ട് എങ്ങനെ ചെയ്യുന്നത് നമ്മൾ വെറുതെ ഒബ്സർവ് ചെയ്യുന്നു. ഒന്ന് കൺട്രോൾഡ് ആണ്, മറ്റേതെന്താണ് അൺകൺട്രോൾഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇറ്റ് എലിമിനേറ്റ്സ് സബ്ജക്റ്റീവ് ബയാസ്. ഇൻഫർമേഷൻ അബൌട്ട് വാട്ട് കറൻ്റ്ലി ഹാപ്പൻസ്. വി ആർ കളക്ടിങ് ദ ഡാറ്റ വാട്ട് ഈസ് കറൻ്റ്ലി ഹാപ്പനിങ്. ഇൻഡിപെൻഡൻറ്റ് ഓഫ് റെസ്പോൺസ് വില്ലിങ്നെസ്. അപ്പോൾ നമ്മൾ അവരുടെ അനുവാദമില്ല. ഇപ്പോൾ കുട്ടികളുടെ കേസിൽ അവരോട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുന്നില്ല, അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്. സോ യു ക്യാൻ കളക്ട് ദ ഡാറ്റ വിത്തൗട്ട് ദ വില്ലിങ്നെസ് ഓഫ് ദ റെസ്പോണ്ടൻസ്. യൂസ്ഫുൾ വെൻ റെസ്പോണ്ടൻസ് ആർ അൺഎബിൾ ടു ഗീവ് വെർബൽ റിപ്പോർട്ട്സ്. അപ്പോൾ കുട്ടികൾ അല്ലെങ്കിൽ അവർക്കത് പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവരെ ഒബ്സർവ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. ലിമിറ്റഡ് ഇൻഫർമേഷൻ, അത് ലിമിറ്റഡ് ഇൻഫർമേഷൻ മാത്രമേ കിട്ടുള്ളൂ. ദർ മേ ബി സം അൺഫോർസീൻ ഫാക്ടേഴ്സ്. അപ്പോൾ ഇത് നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന അല്ലാതെ വേറെ പല ഘടകങ്ങളും അതിനകത്തുണ്ട്. സം പീപ്പിൾ ആർ റയർലി ആക്സസിബിൾ. നമുക്കത് അവരുടെ ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇനി ഇൻ്റർവ്യൂ മെത്തേഡ്. ഇപ്പോൾ ഒന്നാമത്തേത് ഒബ്സർവേഷൻ, രണ്ടാമത്തേത് ഇൻ്റർവ്യൂ മെത്തേഡ്. ഇപ്പോൾ ഇൻ്റർവ്യൂ മെത്തേഡ് മീൻസ് കളക്ഷൻ ഓഫ് ഡാറ്റ ബൈ യൂസിങ് ഓറൽ ഓർ വെർബൽ സ്റ്റിമുലി. ബൈ ടോക്കിംഗ് with the respondent we are collecting the data using oral and verbal stimuli.
പലതരം ഇൻ്റർവ്യൂ ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് പേഴ്സണൽ ഇൻ്റർവ്യൂ. ദാറ്റ് മീൻസ് യു ആർ മീറ്റിംഗ് ദ റെസ്പോണ്ടൻറ്റ് ഫേസ് ടു ഫേസ് and asking questions about your research in a systematic manner. It may be direct personal investigation or indirect oral investigation. അത് ഡയറക്റ്റ് ആവും ഇൻഡയറക്റ്റ് ആവും. അപ്പോൾ ഇൻ്റർവ്യൂ പലതരമുണ്ട്. സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ, ദാറ്റ് മീൻസ് വി ആർ യൂസിങ് എ പ്രീഡിറ്റർമിൻഡ് ക്വസ്റ്റ്യനെയർ. We are meeting the respondent with a list of questions in an order, standardized techniques for recording. അത് നമ്മൾ ക്വസ്റ്റ്യനെയറിനകത്തോ അല്ലെങ്കിൽ വേറെ പേപ്പർ കാർഡിനകത്തോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ പ്രീ ഡിറ്റർമിൻഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രോപ്പർലി റെക്കോർഡ് ചെയ്യുന്നു. അൺസ്ട്രക്ചേർഡ് മീൻസ് നമ്മൾ കാഷ്വൽ ആയിട്ട് നമ്മൾ ആൾക്കാരോട് സംസാരിക്കുന്നു. ഗ്രേറ്റർ ഫ്രീഡം ടു ആസ്ക് ദ ക്വസ്റ്റ്യൻസ് ബൈ ദ റിസർച്ചർ. റിസർച്ചർക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. റിസർച്ചർ നീഡ്സ് ഡീപ്പ് നോളജ്. ഇപ്പം നമ്മളിപ്പോൾ വലിയ വലിയ പിന്നെ സാഹിത്യകാരന്മാരോട് അങ്ങനെ ആൾക്കാരോടൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അൺസ്ട്രക്ചേർഡ്, നമ്മൾ കാഷ്വലായിട്ട് അവരോട് സംസാരിക്കുകയാണ്. പിന്നെ ദ റിസർച്ചർ ഷുഡ് ഹാവ് ഡീപ്പ് നോളജ് അബൌട്ട് ദാറ്റ് പർട്ടിക്കുലർ ടോപ്പിക് ഓർ പേഴ്സൺ. അത് എക്സ്പ്ലോറേറ്ററി റിസർച്ചിലാണ്, ഇൻവെസ്റ്റിഗേറ്റീവ് റിസർച്ചിലാണ് നമ്മൾ യൂസ് ചെയ്യുക. ഫോക്കസ്ഡ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എക്സ്പീരിയൻസ് ഓഫ് ദ റെസ്പോണ്ടൻറ്റ് ആൻഡ് ഇറ്റ്സ് ഇഫക്ട്സ്. എന്താണ് എക്സ്പീരിയൻസ് ഓഫ് ദ റെസ്പോണ്ടൻറ്റ് ആൻഡ് ഇറ്റ്സ് ഇഫക്ട്സ്? അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വലിയ മാനേജർ, ഒരു വലിയ സക്സസ്ഫുൾ മാനേജർ, ഓൺട്രപ്രണറെ നമ്മൾ പിന്നെ ഇൻ്റർവ്യൂ ചെയ്യണം, ഓൺട്രപ്രണറെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വി ആർ ഫോക്കസിങ് ഓൺ ദ എൻ്റർപ്രണറിയൽ ടാലൻസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ, ഹൗ ഹി ബിക്കം എ ഗുഡ് ഓൺട്രപ്രണർ. അപ്പോൾ നമ്മളൊരു ഫോക്കസ് ഉണ്ട്. എന്താണ് അവിടെ? അപ്പോൾ അവിടെ നമ്മൾ അവരുടെ എക്സ്പീരിയൻസ്, അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ക്ലിനിക്കൽ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സൈക്കോ തെറാപ്പിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് അവർ മോട്ടിവേഷൻസ് ഓർ വിത്ത് ദ കോഴ്സ് ഓഫ് ലൈഫ് എക്സ്പീരിയൻസ് ഓർ അണ്ടർലൈങ് ഫീലിങ്സ്. അപ്പോൾ നമ്മൾ ഒരു ശാസ്ത്രീയമായിട്ട് അവരെ എന്താണ് അവരെ അതിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ ഒരു കുറ്റവാളി അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ വൈ ദേ ബിഹേവ് ലൈക്ക് ദാറ്റ്. നോൺ ഡയറക്റ്റീവ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ടു ടോക്ക് അപ്പ് ഓൺ എ ഗിവൺ ടോപ്പിക് ആൻഡ് ഗിവ് ആൻഡ് സ്റ്റഡി അബൌട്ട് എക്സ്പ്രഷൻ ആൻഡ് ഫീലിംഗ്. ഇനി ഒരു ഇൻ്റർവ്യൂവിൻ്റെ പ്രീ റിക്വസൈറ്റ്സ്. ഇൻ്റർവ്യൂ മെത്തേഡിൻ്റെ പ്രീ റിക്വസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് റെസ്പോണ്ടൻസിനെ കാണാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ മുൻകരുതൽ എടുത്തിരിക്കണം? ഇൻ്റർവ്യൂവേഴ്സ് ഷുഡ് ബി സെലക്റ്റഡ് കെയർഫുള്ളി ആൻഡ് ട്രെയിൻഡ്. നമ്മൾ തന്നെയാണോ പോകുന്നത്, വേറെ ആരെങ്കിലും ആണോ വിടുന്നത് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട്? അങ്ങനെ ആരെങ്കിലും വിടുകയാണെങ്കിൽ വി ഹാവ് ടു ട്രെയിൻ ദം പ്രോപ്പർലി അബൌട്ട് ദ പർപ്പസ് ഓഫ് ദ സ്റ്റഡി, ദ നേച്ചർ ഓഫ് ഡാറ്റ. ഇതൊക്കെ നമ്മൾ ചെയ്യണം. ഇൻ്റർവ്യൂവർ ഷുഡ് ബി ട്രെയിൻഡ്. Then you have to conduct occasional field check to ensure whether the data is collected in a systematic manner, proper manner. Field check നടത്തണം. Gain trust and confidence of the respondent എന്ന് പറഞ്ഞാൽ നമ്മൾ ആരുടെ ഡാറ്റയാണോ കളക്ട് ചെയ്യാൻ പോകുന്നത് അവരോട് നമുക്കൊരു പോസിറ്റീവായ ബന്ധം ഉണ്ടാവണം, അവരോടൊരു കോൺഫിഡൻസ് നമുക്ക് നേടാൻ സാധിക്കണം. അപ്പോൾ അവരുടെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരിൽ നിന്ന് ഡാറ്റ കിട്ടുള്ളൂ. ആസ്ക് ദ ക്വസ്റ്റ്യൻസ് പ്രോപ്പർലി ആൻഡ് ഇൻ്റലിജൻ്റ്ലി. ഒരു ഓർഡറിൽ അവർ പറയുന്ന ആൻസറുകളെ ക്രോസ് ചെക്ക് ചെയ്യുന്ന രീതിയിൽ സയൻറ്റിഫിക് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക. റെക്കോർഡ് ദം ആക്യുറേറ്റ്ലി ഇൻ ദ ക്വസ്റ്റ്യനെയർ ഓർ ഇൻ ദ ഷെഡ്യൂൾ വാട്ട് എവർ മേ ബി. ക്ലിയർ ദ ഡൗട്ട് ഓഫ് റെസ്പോണ്ടൻസ്. ഇപ്പോൾ റെസ്പോണ്ടൻറ്റ് പല സംശയം ചോദിക്കും, അത് എന്തുകൊണ്ടാണ് അങ്ങനെ, ഇതിൻ്റെ ആവശ്യം എന്താണ്? സോ ദാറ്റ് ഷുഡ് ബി ക്ലിയർഡ്. ഫ്രണ്ട്ലി ആൻഡ് അൺബയാസ്ഡ് അപ്രോച്ച്. യു ഹാവ് ടു മീറ്റ് ദം ഇൻ എ പോസിറ്റീവ് മാനർ, ഇൻ എ ഫ്രണ്ട്ലി മാനർ. കീപ് ദ ഡയറക്ഷൻ ഫോക്കസ്ഡ് ആൻഡ് കീപ് ദ റെസ്പോണ്ടൻറ്റ് ഓൺ ട്രാക്ക്. അപ്പോൾ നമ്മളവിടെ ചെന്നാൽ അവിടെ കാട് കയറി പോവാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കീപ് ദ ഡയറക്ഷൻ ഓഫ് ദ റിസർച്ച്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, അതായത് ഇൻഡെപ്ത് ഇൻഫർമേഷൻ കിട്ടും. ഇറ്റ് ഓവർകം റെസിസ്റ്റൻസ് ഓഫ് റെസ്പോണ്ടൻസ്. ഫ്ലെക്സിബിലിറ്റി, അത് വളരെ ഫ്ലെക്സിബിളാണ്. സാമ്പിൾസ് ക്യാൻ ബി കൺട്രോൾഡ്. ഗെറ്റ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ. നമുക്ക് അവരുടെ ഡയറക്റ്റ് ഇൻഫർമേഷൻ കിട്ടും. യൂസ് അപ്രോപ്രിയേറ്റ് ലാംഗ്വേജ്. നമുക്ക് ഇംഗ്ലീഷോ മലയാളം മാറി മാറി ഉപയോഗിക്കാം. ക്യാൻ കളക്ട് സപ്ലിമെൻ്ററി ഇൻഫർമേഷൻ. മറ്റെന്തെങ്കിലും സബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ചോദിക്കാം. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവാണ്. ബയാസ് ഓഫ് ദ ഇൻ്റർവ്യൂവർ മേ ഇൻഫ്ലുവൻസ്. സം റെസ്പോണ്ടൻസ് ആർ നോട്ട് ഈസിലി അപ്രോച്ചബിൾ. നമുക്ക് അവരെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. ഇമാജിനറി ഇൻഫർമേഷൻസ് അവർ ചിലപ്പോൾ പറയാം. മാനേജിങ് ഫീൽഡ് സ്റ്റാഫ് ഇസ് വെരി വെരി ഡിഫിക്കൽട്ട്. may not be in a position to create proper rapport with റെസ്പോണ്ടൻസ് എപ്പോഴും നമ്മൾ പറയുന്ന പോലെ പ്രതികരിച്ചോണമെന്നില്ല. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മെത്തേഡാണ് ഞാൻ പറയുന്നത്. ഒബ്സർവേഷൻ, രണ്ടെന്താണ് ഡയറക്റ്റ്, ഒന്ന് ഇൻ്റർവ്യൂവിങ്. ബാക്കിയുള്ള മെത്തേഡ്സ് നമ്മൾ അടുത്ത ദിവസം പഠിക്കും. ഓക്കെ, താങ്ക് യു.